നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. അങ്ങനെ ഞമ്മന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേകം പറയേണ്ടതുണ്ട്. റിപ്പോർട്ട് ആണ് പുറത്തു വന്നത്, അല്ലാതെ ഹേമ കമ്മീഷൻ അല്ല. പല ചാനലുകാരും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇതിന്റെ ആധികാരികത എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വെള്ളത്തിൽ വരച്ച പോലെ തന്നെയാണ് അതിന്റെ ആധികാരികത. ആധികാരികത മീൻസ് അതിന്റെ കണ്ടെത്തലുകളുടെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ ഒരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് കോടതിക്കോ അതല്ലെങ്കിൽ പോലീസിനോ സ്വമേധയാ കേസെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിസ്സംശയം തന്നെയാണ് എന്നതാണ് ഓരോ സാധാരണക്കാരന്റെയും സംശയം. അത് ബലപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഭരണവർഗത്തിൽ നിന്നുള്ള ഓരോ പ്രതികരണങ്ങളും സൂചിപ്പിക്കുന്നത്. ഇനി ഏറ്റവും വലിയ രസം എന്തെന്നറിയാമോ? ഈ ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതെന്നറിയാമോ? ഏകദേശം 4.5 വർഷം മുൻപാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് ഞമ്മന്റെ പിണറായി തമ്പുരാന്റെ കാൽക്കൽ അത് വെച്ചിട്ടുള്ളത്. ഞമ്മന്റെ പിണറായി തമ്പുരാൻ 4.5 വർഷങ്ങൾക്ക് ശേഷം ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് ഭാഗങ്ങൾ വീണ്ടും പൂഴ്ത്തി വെച്ചുകൊണ്ട് പുറത്തുവിടാൻ കാരണം എന്തെന്നറിയാമോ? അവസാനം വിവരാവകാശ പ്രകാരം ഒരാൾ ആവശ്യപ്പെട്ടു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല, അത് പൊതുജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് ഈ വിവരാവകാശ കമ്മീഷൻ ആ രീതിയിൽ ആവശ്യപ്പെട്ടു. മാത്രമല്ല, അത് കോടതിയിൽ എത്തിയപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞമ്മന്റെ ഇരട്ട സംഘൻ, നമ്മുടെ പരട്ടൈ സംഘൻ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അറിയാം പരട്ടൈ സംഘന്റെ ഭയം എത്രത്തോളം ഉണ്ട് ഈ റിപ്പോർട്ടിൽ നിന്നുള്ളത്. കാരണം ഈ പരട്ടൈ സംഘനെയൊക്കെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഞമ്മന്റെ ഹിക്കയും ഞമ്മന്റെ ഏട്ടനും ഞമ്മന്റെ സ്വഭാവ നായക നടിയൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ എത്രത്തോളം വെളുപ്പിച്ചെടുക്കാറുണ്ട് എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ തന്നെയാണ് ഈ പരട്ടൈ സംഘൻ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ മടിച്ചത്. 4.5 വർഷം, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. മണ്ടൻ മലയാളിയെ പറ്റിച്ച് 4.5 വർഷങ്ങൾക്ക് ശേഷം ആ പുറത്തു വന്ന റിപ്പോർട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഭാഗവും കാണിക്കുന്നില്ല. എന്നാലോ ഇനി നോക്കൂ, ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരാളെ പീഡിപ്പിച്ചു എന്ന് കരുതാം, എന്തായിരിക്കും അവസ്ഥ? ആ പീഡിപ്പിച്ച ആ ചങ്ങാതിയുടെ പേരും നാളും, എന്നാൽ മുസ്ലിം നാമധാരിയാണെങ്കിൽ ഇതൊന്നും പുറത്തു വിടില്ല കേട്ടോ. ഒരു ഹിന്ദു ക്രിസ്ത്യനൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പേരും നാളും അവരുടെ ഭാര്യയും കുട്ടികളും അമ്മയും അമ്മേന്റെ അമ്മയും അച്ഛന്റെ അച്ഛനും അങ്ങനെ ആയിട്ട് അവന്റെ വിത്തും പേരും പൂർണ്ണമായിട്ട് പുറത്തുവിടുന്ന ഞമ്മന്റെ ഈ കേരളത്തിൽ ഞമ്മന്റെ പിണറായി രാജാവ് ഭരിക്കുന്ന റിപ്പോർട്ടിൽ പ്രമുഖ നടൻ, മഹാനടൻ, പ്രമുഖ നടി, പ്രമുഖ സംവിധായകൻ ഒക്കെ പ്രമുഖരേ ഉള്ളൂ, പേരില്ല കേട്ടോ ഈ റിപ്പോർട്ടിലൊന്നും. എന്തുകൊണ്ടാ? ആ പേരുകളൊക്കെ പുറത്തു വന്നാൽ തീർന്നു ഇവന്മാരൊക്കെ ഈ വെള്ളിത്തിരയിൽ കാട്ടിക്കൂട്ടുന്ന നമ്മുടെ മുൻപിലെ വലിയ അഭിനയം എന്നുള്ളതാ. നോക്കൂ, എനിക്ക് ഇതൊന്നുമല്ല പറയാനുള്ളത്. 14 വർഷങ്ങൾക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്നുള്ളത് ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം. അത് ഈ ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നൊക്കെ വിവരമുള്ളവർക്ക് അറിയാൻ പറ്റും, പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ. അത് ഞമ്മന്റെ ഹിക്കയാണെങ്കിലും ഞമ്മന്റെ ഏട്ടനാണെങ്കിലും എല്ലാം കണക്കാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി 14 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മഹാനടനായിട്ടുള്ള തിലകൻ സംസാരിച്ച ഒരു പ്രസംഗമുണ്ട് മക്കളെ. 14 വർഷം കാലത്തിന് മുൻപേ സഞ്ചരിച്ച വാക്കുകൾ എന്നൊക്കെ കേൾക്കാറില്ലേ? ആ കാലത്തിന് മുൻപേ സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ടതുണ്ട്. കാരണം 14 വർഷങ്ങൾക്ക് മുൻപ് തീരാവേദനയോടെയാണ് ആ മഹാനടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. എന്തായിരുന്നു അതിന് കാരണം? മഹാനടന്മാർ 2 എണ്ണം ഉണ്ടല്ലോ, മെഗാ സ്റ്റാറുകൾ, വലിയ സ്റ്റാറുകൾ 2 എണ്ണം ഉണ്ടല്ലോ. ഒന്ന് ഞമ്മന്റെ ഹിക്കയും ഒന്ന് നമ്മുടെ ഏട്ടനും ഉണ്ടല്ലോ. ഈ ഏട്ടനും ഹിക്കയും ഒക്കെ അടക്കമുള്ള ഈ വലിയ സ്റ്റാറുകൾ ഈ പാവം പിടിച്ച മഹാനടനെ അപ്രഖ്യാപിത വിലക്കിക്കൊണ്ട് ഒരു സിനിമയിൽ പോലും അയാളെ എടുക്കാൻ പാടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മനോനില അത്ര വലിയ വിഷമത്തിലേക്ക് തള്ളിവിട്ട് അവസാന നാളുകളിൽ അദ്ദേഹത്തിന്റെ തീരാവേദനയായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ശാപം അത് ഞമ്മന്റെ ഹിക്കയെയും നമ്മുടെ ഏട്ടനെയും ഒന്നും വെറുതെ വിടാതെ തന്നെ ഇല്ല, വെറുതെ വിടാതെ ഇരിക്കില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ഇന്ന് 10 വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ നാണം കെട്ട് നാറി സകല ഒരു കോലിൽ തുണി ചുറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പിറകെ ഇതും പൊക്കിപ്പിടിച്ച് ഇങ്ങനെ പിറകെ വാതിൽ ചവിട്ടി തുറന്നാലും വേണ്ടില്ല, പീഡിപ്പിച്ചും ബലാത്സംഗം ചെയ്തും സിനിമാ നടികളെയും എന്തിനേറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മേലെ വരെ കടിച്ചു കീറാൻ വേണ്ടി പുറപ്പെടുന്ന ആ മൃഗങ്ങളെ തുറന്നു കാട്ടപ്പെട്ട ഒരു റിപ്പോർട്ട് ഈ കേരള ജനതയ്ക്ക് പുറത്തു വരുമ്പോൾ മഹാനടൻ തിലകന്റെ അന്നത്തെ ആ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. കേട്ടു നോക്കാം. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ മദ്രാസിൽ വെച്ചാണ് പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം മരിക്കുന്നതിന് ഏതാണ്ട് ഒരു 2 ആഴ്ച മുമ്പ്
നോക്കൂ, ഒരു സിനിമാ നടൻ ഉണ്ടായിരുന്നു, ശ്രീനാഥ് എന്ന് പറയുന്ന നടൻ. എനിക്ക് തോന്നുന്നു ശാന്തി കൃഷ്ണയുടെ ഭർത്താവ് ആയിരുന്നു അദ്ദേഹം. പിന്നെ അവർ തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. ആ ശ്രീനാഥിനെ കുറിച്ചാണ് ആദ്യം തിലകൻ സാർ പറയുന്നത്. അത് ആദ്യം കേട്ടു നോക്കാം. എന്റെ മകന്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക്, ഒന്നാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടി അദ്ദേഹം വന്നിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറി അദ്ദേഹം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്റെ മകനെ വിളിച്ചു ചോദിച്ചു, അങ്ങ് നിൽക്കുന്നത് ശ്രീനാഥ് അല്ലേ? പുള്ളി എന്താ എന്നെ കണ്ടിട്ട് അവിടെ വായിരിക്കുന്നത്, ഇങ്ങോട്ട് വരാത്തത് എന്താ? അത് അച്ഛനെ ഫേസ് ചെയ്യാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാണ്? അത് അമ്മയുടെ പെരുമാറ്റം, അച്ഛനുള്ള പെരുമാറ്റം. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ സംഘടന, നടീനടന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന. അവരുടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട്, അതുകൊണ്ട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത് സാരമില്ല, ഇനി വരാൻ പറ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടാണ് അന്ന് പിരിഞ്ഞത്. പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, ഇതൊരു മരണമല്ല, ഇതൊരു ആത്മഹത്യയല്ല. ശ്രീനാഥിന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഒരാളോട് ഞാൻ ചോദിച്ചു, എന്താണ് പുറത്ത് പറഞ്ഞാൽ? ചേട്ടാ, നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുകയില്ല, അതുകൊണ്ടാണ്. എത്രയോ ചെറിയൊരു കാര്യമാണത്. ശ്രീനാഥിന്റെ ജീവൻ ഇത്രയ്ക്ക് വിലയേ ഉള്ളൂ എന്ന് ഞാൻ കരുതി. ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. ലൊക്കേഷനിലെ പോട്ടെ, അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞ് അവിടെ വന്നവർ, അതിലൊരാള് പൂജപ്പുരക്കാരനാണ്, ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ്. അയാളാണ് എന്നെ ഇപ്പോ സീരിയലിൽ നിന്നും വിലക്കിയിരിക്കുന്നത്. അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത്, ശ്രീനാഥിന്റെ ഭാര്യ കരയുമ്പോ ഇങ്ങനെയല്ലല്ലോ ഇവിടുന്ന് കൊണ്ടുപോയതുപോലെ എനിക്ക് എന്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ ഈ പൂജപ്പുരക്കാരൻ പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും പറയല്ലേ. അവർ വീണ്ടും അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പറഞ്ഞു, മയങ്ങാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കാൻ. എന്താണ് ഇവർക്ക്? അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറിയണം എന്നുള്ള ആഗ്രഹം? അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് കരുതി. മറ്റൊരു സംശയം എനിക്കുണ്ടായത്, കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ്. ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ്. എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത്? ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്, അതും ഫോറൻസിക്കിൽ. എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. അവര് മാത്രമാണ് ഇന്ന് സിനിമയിലുള്ളത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ദ്രോഹമോ അവർ ചെയ്യും. ഞാൻ അതിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ഇതേ അനുഭവം തന്നെ എനിക്കും ഉണ്ടായി. തൊഴിൽ നിഷേധം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണത്. തൊഴിൽ, അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കോടതിയിൽ പോകുന്നു, പക്ഷെ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ അറിയാത്ത വേറെ 2 ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട്. അതൊരു ലൈറ്റ് ബോയും മറ്റൊരു തൊഴിലാളിയുമായിരുന്നു, സിനിമാ തൊഴിലാളി. അവർക്ക് പ്രശസ്തി ഇല്ലാത്തത് കൊണ്ട് അറിയപ്പെട്ടില്ല. അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അതിന്റെ കാരണവും തൊഴിൽ നിഷേധമാണ്. ഇവരെ ഇവിടെ വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിന് ഏത് രീതിയും ഉപയോഗിക്കും. ഞാൻ അതിനു വേണ്ടി കാലുവെക്കുന്നവർ കൂടെ ഞാനും ഉണ്ടാവും. ലക്ഷ്യത്തിലെത്തണം തന്നെയാണ് എന്റെ തീരുമാനം. ഈ മാഫിയ സംഘത്തെ അവരുടെ നാവടച്ച് അവരുടെ ചലനം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ആ തരത്തിലാക്കണം എന്നുള്ള ശബ്ദത്തോടെയാണ് ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യില്ല. എനിക്കുണ്ട് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എന്റെ സിനിമകളെല്ലാം ഇവര് ഈ മാഫിയ സംഘം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴറിയുന്നത്, ഇന്നലെ ഒരു സംവിധായകൻ അലി അക്ബർ എന്ന് പറയുന്ന ആള് എന്നെ വെച്ചൊരു പടം എടുത്തിട്ടുള്ള ആളാണ്.
അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത്. പലരും ചോദിക്കുന്നു, എന്നെ വെച്ച് വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയ ഒരു ചിത്രം എടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പറഞ്ഞത്, എന്തിനാണ് ഈ തെലുങ്കിന്റെ പുറകെ പോകുന്നത്, നിങ്ങൾക്ക് വേറെ ആർട്ടിസ്റ്റിനെ കിട്ടില്ലേ? അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് അഭിനയിക്കോ ആ വേഷം? അതെനിക്ക് പറ്റില്ല. ഉണ്ണികൃഷ്ണന് പറ്റുമോ? അത് പറ്റില്ല. അപ്പൊ തിലകനെ പറ്റൂ, ഞങ്ങൾ തിലകനെ വിളിച്ച് ചെയ്യിക്കാൻ പോകണം. ഈ പറഞ്ഞ വ്യക്തി ഫെഫ്കയുടെ മെമ്പറാണ്, ഈ ഡയറക്ടർ. പക്ഷെ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് അഡ്വാൻസ് തന്നു. ഇന്നലെ ഞാൻ കരാർ ഒപ്പിട്ടു. അതിന് ഏത് വാളായിട്ട് ആര് വന്നാലും തിരിച്ചു വെട്ടും ഞാൻ. ആ രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ സാംസ്കാരിക മന്ത്രിയോട് എന്റെ അനുഭവത്തിന്റെ 2-ാം ദിവസം ഞാൻ പരാതിപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിണറായി വിജയനെ വിളിച്ചു പറയും, അദ്ദേഹം പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യും, അത് കഴിഞ്ഞ് സർക്കാരിനെ അറിയിച്ച് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും. 5-6 മാസമായി ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല. മമ്മൂട്ടിയുടെ പടം വെട്ടിക്കാതിരുന്നു, സമയം കാരണം പുറത്തിറക്കാൻ ആകാതെ വന്നപ്പോ ഇദ്ദേഹം മാനത്ത് നിന്ന് പൊട്ടി വീണ് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. പിണറായി രാജനെ കുറിച്ചാ പറയണേ. കോടീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും കോടീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടെ ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ്. ഇവിടെ മാഫിയ സംഘം മാത്രമേ ഉണ്ടാവൂ. ഈ മാഫിയ സംഘങ്ങളെ തച്ചുടച്ച് പുതിയ സിനിമാ സംസ്കാരം കൊണ്ടുവരാനാണ് എന്റെ കാൽവയ്പ്. നോക്കൂ, 14 വർഷങ്ങൾക്ക് മുൻപേ അദ്ദേഹം പറഞ്ഞതാണ് സിനിമാ മേഖലയിലെ മാഫിയകളെ കുറിച്ച്. ഈ മാഫിയ ചെറിയ മാഫിയകളൊന്നുമല്ല എന്നുള്ളത്. പിണറായി വിജയനെ പോലും ചെയ്യിപ്പിക്കാനും ചെയ്യിപ്പിക്കാതിരിക്കാനും ശക്തിയുള്ള വലിയ മാഫിയകൾ. ആ മാഫിയകൾ മിനക്കെട്ടത് കൊണ്ടാണ് 4.5 വർഷം പിണറായി വിജയന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റാതിരുന്നത്. എന്നിട്ടോ കഴിഞ്ഞ ദിവസം കോടതി പോലും ഇടപെട്ടു. അതല്ലെങ്കിൽ പിണറായി വിജയന്റെ ചെപ്പക്കുറ്റിക്ക് തന്നിട്ട് പോയിട്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം മുൻപുള്ള ആ റിപ്പോർട്ട് പുറത്തു വിടടേ എന്ന് പറയുമെന്ന് കണ്ടപ്പോഴാണ് അതിലെ പ്രധാനപ്പെട്ട ഏകദേശം 70-ന് മുകളിലുള്ള പേജുകൾ മാറ്റിവെച്ചുകൊണ്ട്, റിപ്പോർട്ടിലെ 6 ഭാഗം മാറ്റിവെച്ചുകൊണ്ട് 270-നടുത്തുള്ള ആ പേജുകൾ പുറത്തു വിട്ടിരിക്കുന്നത്. നോക്കൂ, അതിൽ തന്നെ വ്യക്തതയുണ്ട് എന്താണ് പിണറായി വിജയൻ മറയ്ക്കാൻ ശ്രമിക്കുന്നതെന്നും ആരുടെ കൂടെയാണ് പിണറായി വിജയൻ നിൽക്കുന്നതെന്നും വേട്ടക്കാരുടെ കൂടെ തന്നെയാണ് പിണറായി വിജയൻ ഉള്ളതെന്നും ഇതിൽ തിലകൻ സാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അലി അക്ബർ എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ മാഫിയ, കഴിഞ്ഞ ദിവസം വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ മാഫിയയെ കുറിച്ച് പറയുന്നത് എന്താണ്? 15-അംഗ പവർ കൂട്ടം, അതല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് എന്നാ പറയുന്നത്. ഈ 15-അംഗ പവർ ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്നവന്മാർ ഞമ്മന്റെ ഹിക്കയുണ്ട്, പിന്നെയോ നമ്മുടെ ഏട്ടനുമുണ്ട്, പിന്നെയോ ഈ സകല നടിമാരുടെ, ഈ ജൂനിയർ ആർട്ടിസ്റ്റുമാരെ പോലും വെറുതെ വിടാത്ത കാമഭ്രാന്തന്മാരാണ് ഈ 15-അംഗ ഈ ഗ്രൂപ്പിലുള്ളത്. ആ ഗ്രൂപ്പിനെ കുറിച്ചാണ് 14 വർഷം മുൻപ് തിലകൻ സാർ പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നേരിട്ടതെന്താ? അദ്ദേഹത്തിന്റെ തൊഴിലിടത്തിൽ വിലക്കേർപ്പെടുത്തി. ഇവിടെ നവോത്ഥാന നായകനാണല്ലോ ഞമ്മന്റെ പരട്ടൈ സംഘൻ. ഈ പരട്ടൈ സംഘന്റെ അടുത്ത് തിലകൻ സാർ പരാതി പറഞ്ഞു, എന്നെ തൊഴിൽ നിരോധിച്ചിരിക്കുന്നു, എന്റെ തൊഴിലിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു, എനിക്ക് പരിഹാരം നേടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ 6 മാസമായിട്ടും എന്തിനേറെ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് നീതി കൊടുത്തില്ല. അതാണ് ഞമ്മന്റെ ഇരട്ടൈ സംഘന്റെ ഇരട്ട ചങ്ക്. അത്തരത്തിൽ ഇരട്ട തന്തമാരുള്ള സ്വഭാവം കാണിക്കുന്ന ഭരണാധികാരികളുള്ള ഈ നാട്ടിൽ കൃത്യമായിട്ടും കിട്ടേണ്ടത് കിട്ടുന്ന രീതിയിൽ ഒരു കാലത്തും ധർമ്മം വിളയാടാതെ പോയിട്ടില്ല. അത്തരത്തിൽ തിലകൻ സാർ 14 കൊല്ലം മുൻപ് ഉയർത്തിവിട്ട ആ ഭൂതമുണ്ടല്ലോ, സത്യത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ ആ ഭൂതമുണ്ടല്ലോ, ആ ഭൂതം ഇന്ന് കുടം പൊട്ടിച്ച് പുറത്തു വന്നിരിക്കുന്നു. ആ പുറത്തു വന്ന ഭൂതത്തിന്റെ പേരാണ് സത്യത്തിന്റെ ധർമ്മത്തിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, എത്രയൊക്കെ ഞമ്മന്റെ ഹിക്കയെയും നമ്മുടെ ഏട്ടനെയും വെളുപ്പിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ വലിയ എന്താണ് ലേഡി സൂപ്പർ സ്റ്റാറോ, അങ്ങനെ ഒരു സാധനം ഉണ്ട്, ലേഡി സൂപ്പർ സ്റ്റാർ. ഈ ലേഡി സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞ എന്റെ മക്കളെ കൂടുതലൊന്നും പറയണ്ട. നോക്കൂ, WCC എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവർക്ക്. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? ഈ പറയുന്ന ഭാവന എന്ന് പറയുന്ന ഒരു സിനിമാ നടി, അവരുടെ പേര് പറയാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് സത്യത്തിൽ പേര് പറയാം, കാരണം അവർ തന്നെ വെളിപ്പെടുത്തി വന്നിട്ടുണ്ട്. അവർക്കെതിരെ നടന്ന ആക്രമണങ്ങളൊക്കെ പച്ചയ്ക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ ഭാവനയ്ക്കെതിരെ നടന്ന അതിക്രമണം, ആ അതിക്രമം നടന്നതിന് ശേഷം ഈ സ്ത്രീകൾ, സിനിമയ്ക്കുള്ളിലുള്ള സ്ത്രീകൾ
ഏത് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ജൂനിയർ ആയിക്കോട്ടെ, സീനിയർ ആയിക്കോട്ടെ, ഇനി അമ്മമാരായിക്കോട്ടെ, ഏത് ആർട്ടിസ്റ്റിനും നേരിട്ട് വന്ന പരാതി ബോധിപ്പിച്ച് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ട ഒരു സാധനത്തിന്റെ പേരാണ് WCC. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെയാണ് ഞമ്മൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്നും പറഞ്ഞ് പരസ്യം നടത്തിക്കൊണ്ട് സ്വയം സൂപ്പർ സ്റ്റാർ ആവാൻ ശ്രമിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യാന്നറിയാമോ? ഏതെങ്കിലും ഒരു സ്ത്രീ എനിക്ക് ഇന്ന കാര്യങ്ങൾ നേരിട്ടു എന്ന് ഈ WCC-യിൽ പരാതി കൊടുത്താൽ പിന്നെ എന്താ അറിയാന്നറിയാമോ? വിത്തിൻ സെക്കൻഡ് ആ പരാതി കൊടുത്ത, അതായത് വേട്ടക്കാരനായിട്ടുള്ള ആളുണ്ടല്ലോ, ആ വേട്ടക്കാരന് ഈ വിവരം ചോർത്തി കൊടുക്കുക. അതിലൂടെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ള ആ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അവർ അതോടുകൂടി തീർന്നു. തദൈവ അവരെ നശിപ്പിച്ച് കളയും. അതാണ് WCC-ന്റെ തലപ്പത്തിരിക്കുന്ന ഞമ്മന്റെ കുറെ എണ്ണം. തുണിയുരിച്ച് സ്ഥാനത്തിനും പണത്തിനും വേണ്ടി തുണിയുരിച്ച് മാനാഭിമാനങ്ങൾ വിറ്റ് ജീവിക്കുന്ന ആ വർഗങ്ങൾ എന്തും കാട്ടിക്കൂട്ടുമെന്നിരിക്കാം. ഇനി മറ്റൊരു ചെറിയൊരു ഓഡിയോ കേൾപ്പിച്ചേരാട്ടോ. മറ്റാരുമല്ല, ആരെന്നറിയാമോ? നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തിലകൻ സാറിന്റെ മകളുടെ ചെറിയൊരു ഓഡിയോ ഉണ്ട്. 2 ഓഡിയോ ഉണ്ട്. അതിൽ ആദ്യത്തെ ഓഡിയോ നമ്മൾക്ക് കേൾക്കാം, എന്നിട്ട് കുറച്ചുകൂടെ കേൾക്കാനുണ്ട്. ആദ്യത്തെ ഓഡിയോ നമുക്ക് കേൾക്കാം. ഒരു പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലേക്ക് ശ്രീ സുരേഷ് ഗോപിയാണ് അച്ഛനെ സജസ്റ്റ് ചെയ്തത്. കാരണം ഒരുപാട് പടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പം അങ്ങനെ 1-2 പടങ്ങൾ വന്നപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, എന്നെ നിങ്ങൾ ഇങ്ങനെ എല്ലാത്തിലും നിങ്ങൾ അങ്ങനെ സജഷൻ പറയണ്ട, അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് വേണ്ടാന്ന് വെച്ചത്. അതാണ് ആദ്യത്തെ അപ്രഖ്യാപിത വിലക്കിന്റെ ഒരു കഥ. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നതാണ്. നോക്കൂ, ഇതവർ പറഞ്ഞത് മറ്റാരെ കുറിച്ചുമല്ല, സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെ കുറിച്ചാണ്. സുരേഷ് ഗോപി ചാണകത്തിൽ ചവിട്ടി, അതല്ലെങ്കിൽ തീവ്രവാദിയാണ്, BJP-കാരനാണ്, RSS കാരനാണെന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുന്ന ഞമ്മന്റെ ജിഹാദി മമ്മൂഞ്ഞു കൂട്ടവും കമ്മ്യൂണിസ്റ്റ് നരഭോജികളും കോൺഗ്രസ് 6.5 പതിറ്റാണ്ട് നമ്മുടെ ഭാരതത്തെ കട്ടുമുടിച്ച് ഭരിച്ച കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ പരിഹസിക്കാറുണ്ടല്ലോ. പക്ഷെ 14 വർഷങ്ങൾക്ക് മുൻപ് തന്റെ തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കാതെ തിലകൻ എന്ന് പറയുന്ന ആ ഒരു മഹാനടനെ വിലക്കിയ സമയത്ത് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അവസരങ്ങൾ സജസ്റ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടും കൊടുത്തത് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന മഹാമനസ്കൻ, മനുഷ്യസ്നേഹി, യഥാർത്ഥ സ്നേഹി, യഥാർത്ഥ നന്മമരമായിരുന്നു എന്ന് ഈ തിലകന്റെ മകൾ തന്നെ പറയുന്നുണ്ട്. ഇനി ഇവിടെ ഞമ്മന്റെ മമ്മൂഞ്ഞിമാരുടെ കമന്റ് നിരയായിരിക്കും. ഓ സംഗിണി വന്ന് തിലകന്റെ മകൾ സംഗിണി. തിലകനും സംഘിയാണ്, തിലകന്റെ മകൻ ഷമ്മി തിലകനും സംഘിയാണ്, തിലകന്റെ എല്ലാ മക്കളും സംഘികളാ. കാരണം എന്താ? സത്യം തുറന്നു പറയുന്നവരുടെ പേരാണ്, ധർമ്മം തുറന്നു പറയുന്നവരുടെ പേരാണ്, സത്യവും ധർമ്മവും പ്രവർത്തിക്കുന്ന ആളുകളുടെ പേരാണ് ഇന്ന് സംഘി എന്നുള്ളത്. ചാണക സംഘി എന്ന് വിളിച്ചാൽ ഗംഭീരമായിട്ട് സത്യവും ധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്ന രാജ്യസ്നേഹികളുടെ പേരാണ്. അതുകൊണ്ട് സംഘി, ചാണക സംഘി എന്നൊക്കെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ പേര് തീവ്രവാദി, രാജ്യദ്രോഹി എന്നാണല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും തിലകന്റെ മകൾ ഇനി പറയുന്ന കുറച്ച് വാക്കുകൾ കൂടിയുണ്ട്, അതുകൂടെ കേൾക്കേണ്ടതുണ്ട് മക്കളെ. അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ ആ റിപ്പോർട്ടിൽ ഉണ്ട്. അപ്പൊ അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. പേരുകൾ പുറത്ത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഒരു അവസരം, അതിനൊരു സിറ്റുവേഷൻ വെയിറ്റ് ചെയ്യാം. 15 അംഗ പവർ കമ്മിറ്റി വിത്ത് ഹിഡൻ അജണ്ട. എന്തുകൊണ്ടാണ് ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത്? ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തുകൊണ്ട് വെക്കുന്നു? ഇവർക്ക് അതിന്റെ മുകളിലുള്ള ആധിപത്യം, എല്ലാ മേഖലയിലും ഇവര് വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാമെന്നുള്ള ആധിപത്യം. അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം, എനിക്ക് മോളോട് സംസാരിക്കണം. മോളെന്നാണ് എന്നെ വിളിച്ചത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞു നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ, അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ പോലീസിന്. അപ്പൊ അതൊക്കെ മേലെയാണ് പവർ. അപ്പൊ ഒരിക്കലും പോലീസ് കംപ്ലൈന്റ് കൊണ്ടൊന്നും ഇതിന് ഒരു എന്താ പറയാ ഒരു നല്ല നടപടി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല.
നോക്കൂ, തിലകന്റെ മകൾ, അതായത് തിലകന്റെ മരണശേഷം തിലകനോട് ചെയ്ത ദ്രോഹത്തിൽ കുറ്റബോധം, പശ്ചാത്താപം തോന്നിക്കൊണ്ട് ഞമ്മന്റെ ഹിക്കയും ഞമ്മന്റെ ഏട്ടനും അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ഈ മകളെ വിളിക്കുന്നു. എന്നിട്ട് ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലാൻ പറയുന്നു. എന്തിനാ? മറ്റേ പണിക്ക് തന്നെ, തുണി പൊക്കാൻ തന്നെ. ഈ പെൺകുട്ടി, ഈ സ്ത്രീ പോയില്ല. എന്തുകൊണ്ടാ? അവർക്ക് മാനാഭിമാനമുണ്ട്. മാത്രമല്ല അവർ ഈ പറയുന്ന തുണി അഴിച്ച് കാശും പദവിയും ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു സ്ത്രീയല്ല. അവർക്ക് കൃത്യമായിട്ട് ജോലിയും കൂലിയും ഉണ്ട്. അവർക്ക് സിനിമ എന്ന് പറയുന്ന ഇന്ന് ഈ പറയുന്ന തുണി ഉരിഞ്ഞാടുന്ന ഈ വേശ്യകളെക്കാൾ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഈ സ്ത്രീകളുടെ അത്ര ദാരിദ്ര്യമില്ല. അവർക്ക് അധ്വാനിച്ച് തിന്നാൻ, അതല്ലെങ്കിൽ അവരുടെ അച്ഛനായി അധ്വാനിച്ചാലും അവരുടെ മറ്റു കുടുംബാംഗങ്ങളൊക്കെ അധ്വാനിച്ചിട്ടുള്ള ആ പണമുണ്ട്. അതുകൊണ്ട് അവർ സിനിമയിലേക്ക് പോയില്ല. എന്നിട്ട് ഇവർ തന്നെ പറയുന്നു, എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാപ്പ് പറയാനുണ്ടെങ്കിൽ ഫോണിലൂടെ പറയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അല്ല മോളെ ഇങ്ങോട്ട് വാ, റൂമിലേക്ക് വാ എന്ന് വിളിച്ച ആ വ്യക്തിയുടെയൊക്കെ ആ യഥാർത്ഥ മുഖം നിങ്ങൾ മനസ്സിലാക്കുക. അത് ഹിക്കയായാലും ഏട്ടനായാലും എല്ലാം കണക്കാണെന്ന് മനസ്സിലാക്കുക. മലയാള സിനിമ ഭരിക്കുന്നത് ഈ പറയുന്ന മുഖം മൂടി അണിഞ്ഞ ചെന്നായി കൂട്ടങ്ങളാണ് എന്നുള്ളത് 14 വർഷങ്ങൾക്ക് മുൻപ് തിലകൻ സാർ പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തെ സംഖ്യയാക്കി, അന്ന് അദ്ദേഹത്തിന്റെ മക്കളെ സംഖ്യയാക്കി. ഇന്നും അതേ സംഖ്യയാക്കുമോ നിങ്ങൾ? കാരണം എന്താ? പിണറായി വിജയനെ ഏൽപ്പിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. ആ ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി, അവർ ജഡ്ജ്മെന്റ്, ഈ റിപ്പോർട്ടിന്റെ കോപ്പി ടൈപ്പ് ചെയ്തതിനെ കുറിച്ച് പോലും ഈ യുവതി പറയുന്നുണ്ട്, തിലകന്റെ മകൾ. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഒരു സ്റ്റാഫിനെ വെച്ച് ടൈപ്പ് ചെയ്യിപ്പിച്ചില്ല ഈ റിപ്പോർട്ട്. എന്തുകൊണ്ടാ? അത്ര കോൺഫിഡൻഷ്യലാണ്, അത്ര വലിയ തിമിംഗലങ്ങളാണ്. ആ പേര് പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവർ തന്നെ ടൈപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങൾ എടുക്കാം. ഒന്ന്, ഈ സ്റ്റാഫിലൂടെ ഒന്നും പുറത്തു പോകരുതെന്ന് എടുക്കാം. മറ്റൊന്ന് ഒരു കാരണവശാലും ഈ പ്രമുഖ നടന്മാരുടെ പേര് വിവരം പുറത്തു വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യണമെന്ന് ആ ജസ്റ്റിസ് ഹേമയ്ക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും 4.5 കൊല്ലങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ പൂഴ്ത്തിവെച്ച ആ റിപ്പോർട്ട് പിണറായി വിജയന് പുറത്തു വിടേണ്ടി വന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല 70 അധികം പേജുകൾ മറച്ചു വെച്ചുകൊണ്ടാ പുറത്തു വിട്ടത്. എന്തുകൊണ്ടാ? ആ 70 പേജുകൾക്കുള്ളിൽ ഉള്ളത് എന്താണെന്ന് കേട്ടാൽ ഈ മലയാള സിനിമയിൽ പല സ്റ്റാറുകളുടെയും മുഖത്തോട്ട് ജനങ്ങൾ കാർക്കിച്ച് തുപ്പുമെന്നുള്ളത് അറിയാം. മാത്രമല്ല സിനിമാ മേഖല അടക്കി ഭരിക്കാൻ വേണ്ടി, തുണിയഴിച്ചിട്ട് ആടാൻ വേണ്ടിയും തയ്യാറായി നടക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളുമുണ്ട്. ഞമ്മന്റെ ശശിമാരും ഞമ്മന്റെ അണ്ണന്മാരും ഒക്കെ കുറെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്റെ ഇത്ര ഭാഗങ്ങൾ മാറ്റി വെച്ചേക്കാമെന്ന് ഞമ്മന്റെ പരട്ടൈ സംഘം തീരുമാനിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള റിപ്പോർട്ടിൽ തന്നെ ഏകദേശമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെയോ ഈ റിപ്പോർട്ടിന്റെ ഉള്ളിൽ എന്ത് വന്നാലും എല്ലാ കാര്യങ്ങളും 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ചില ആൺകുട്ടികളൊക്കെ, കല്യാണം കഴിക്കാത്ത ആൺകുട്ടികളുടെയൊക്കെ മനസ്സിൽ വരാറുള്ള ഒരു കാര്യം എന്തായിരുന്നു? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുൻപ്, സിനിമാ നടിയെ പോലെ, അപ്സരസിനെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ വേണം എനിക്ക് കെട്ടാൻ. ഇനി ഒരെണ്ണം പോലും ചിന്തിക്കില്ല സിനിമാ നടിയെ പോലെയുള്ള എന്ന് പറയില്ല. കാരണം എന്താണ് സിനിമാ നടികൾ, എന്താണ് അവർ അനുഭവിക്കുന്ന ദ്രോഹങ്ങൾ, എത്രത്തോളമാണ് അവർ ഒരു നായക നടിയായി വരാനും പ്രശസ്തിയിലേക്ക് കുതിക്കാനും അവർ ഒഴുക്കുന്ന ആ വിയർപ്പ് എത്രത്തോളമാണ് എന്ന് മലയാളി മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും വൈകി വന്ന വിവേകം, വൈകി വന്ന റിപ്പോർട്ടാണെങ്കിൽ പോലും ഇതിൽ തിലകൻ എന്ന് പറയുന്ന മഹാനടനുള്ള അദ്ദേഹത്തിനോടുള്ള പശ്ചാത്താപം കൂടിയാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശാപത്തിന്റെ ബാക്കി പത്രമാണ് ഈ മഹാനടന്മാരടക്കം മഹാനടിമാരടക്കം ഇന്ന് കേരള സമൂഹത്തിന് മുൻപിൽ, മലയാളി സമൂഹത്തിന് മുൻപിൽ, ലോകത്തിന് മുൻപിൽ തുണിയഴിച്ചിട്ടിരിക്കുന്നത്, പൂർണ്ണ നഗ്നരായിരിക്കുന്നത്, നാണവും മാനവും നഷ്ടപ്പെട്ട, മാനാഭിമാനം നഷ്ടപ്പെട്ട നാറികളായി നിൽക്കുന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.